നമസ്കാരം. ലോകം വലിയ യുദ്ധഭീതിയിലാണ്. നമുക്കറിയാം, റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് വർഷങ്ങളായി. അതിപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിലേക്ക് വഴുതി വീഴാൻ ഒരു സാഹചര്യമുണ്ടായിരുന്നത്. അത് ഏതാണ്ട് പെട്ടെന്ന് തന്നെ അവസാനിക്കുകയും ചെയ്തു. എന്തായാലും അതിനുശേഷം ലോകത്തിൻ്റെ സമാധാന സ്ഥിതി വലിയ തോതിൽ അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഒരു യുദ്ധത്തിൻ്റെ പുറപ്പാട് കൂടി ആരംഭിച്ചു കഴിഞ്ഞു. എന്തായാലും പശ്ചിമേഷ്യ ഇപ്പോൾ വളരെ അശാന്തമാണ്. അനുദിനം മണിക്കൂറുകളിൽ ഇങ്ങനെ സംഘർഷം മൂർച്ഛിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ ഇറാൻ്റെ ആണവ നിലയങ്ങൾക്കെതിരെ അമേരിക്ക നടത്തിയ ഒരു മിന്നലാക്രമണം. ഇതിൽ ഒരു തിരിച്ചടി ഇറാൻ നൽകുന്നു. ഖത്തറിലും അതേപോലെ തന്നെ ഇറാഖിലുമുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമിക്കാൻ ഒരു ആക്രമണം നടത്തിക്കഴിഞ്ഞു. ചെറിയ തോതിലുള്ള ആക്രമണം നടത്തിക്കഴിഞ്ഞു. ഇനി വലിയ ആക്രമണം വരാൻ പോകുന്നു എന്ന് ഇറാൻ പറയുന്നു. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം സാക്ഷാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഇറാൻ്റെ വിദേശകാര്യമന്ത്രി സംസാരിച്ചത്. സ്വാഭാവികമായും റഷ്യ കൂടി ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന തലത്തിലേക്കാണ് ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ നീങ്ങുന്നത്. എന്തായാലും ആ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്ത ഒരു വെടിപൊട്ടിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ അനുമതിയോടുകൂടി താൻ ഖത്തറുമായി സംസാരിച്ചു. ഇറാനുമായി ഫോണിൽ സംസാരിച്ചത് തൻ്റെ നിർദ്ദേശപ്രകാരം ഖത്തർ പ്രധാനമന്ത്രിയാണ്. പിന്നാലെ യുദ്ധം അവസാനിച്ചു എന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. എന്നാൽ ട്രംപിൻ്റെ ഈ വാദഗതികളെ ആകത്തുകയിൽ തള്ളുകയാണ് ഇറാൻ. യാതൊരുവിധ ഒത്തുതീർപ്പിനും തങ്ങൾ തയ്യാറല്ല എന്നാണ് ഇറാൻ പറയുന്നത്. ഇസ്രായേലും ഈ ഒരു വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിക്കുന്നില്ല. എന്തായാലും ഈ വെടിനിർത്തൽ, ട്രംപ് പറഞ്ഞ വെടിനിർത്തൽ, അതുമായി ബന്ധപ്പെട്ട് സർവത്ര അനിശ്ചിതത്വമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും പശ്ചിമേഷ്യയിൽ സ്ഥിതിഗതികൾ വലിയ തോതിൽ സങ്കീർണമായി തന്നെ തുടരുന്നു. എന്തായാലും ഇസ്രായേലുമായി ഒരു വിധത്തിലുള്ള ഒത്തുതീർപ്പിനും തങ്ങൾ തയ്യാറായിട്ടില്ല എന്നാണ് ഇറാൻ്റെ പ്രതിരോധ മന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതിനിടയിൽ തന്നെയാണ് ടെഹ്റാനിൽ ഇസ്രായേൽ കനത്ത ആക്രമണം തുടരുന്നത്. യുദ്ധം നിർത്താനുള്ള അമേരിക്കൻ നിർദ്ദേശം അംഗീകരിക്കേണ്ട എന്ന് ഇപ്പോൾ ഇസ്രായേൽ ഒരു നിലപാടെടുത്തിരിക്കുന്നു എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നു. എന്തായാലും ഇറാഖിലെ US സൈനിക കേന്ദ്രത്തിന് നേരെ ഇറാൻ ആക്രമണം നടത്തി എന്ന ഒരു വാർത്ത കൂടി ഇതിനിടയിൽ പുറത്തു വരുന്നുണ്ട്. ബാഗ്ദാദിലെ സൈനിക കേന്ദ്രത്തെ ലക്ഷ്യമിട്ടുള്ള ഇറാൻ ആക്രമണത്തെ തങ്ങൾ പ്രതിരോധിച്ചിട്ടുണ്ട് എന്ന് ഇറാഖും അറിയിച്ചിട്ടുണ്ട്. ഖത്തർ വ്യോമതാവളത്തിലെ ഇറാൻ ആക്രമണത്തിന് അമേരിക്ക തൽക്കാലം തിരിച്ചടി കൊടുക്കില്ല എന്നൊരു സൂചനയുണ്ട്. ആരുമില്ലാത്ത സൈനിക താവളത്തിലാണ് ഇറാൻ വെറുതെ കൊണ്ട് മിസൈൽ വർഷിച്ചത് എന്നാണ് അമേരിക്ക പരിഹാസ രൂപേണ പറയുന്നത്. പക്ഷേ എന്തായാലും നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഖത്തർ എയർവേസിൻ്റെ സർവീസിലുണ്ടായിരുന്ന മുഴുവൻ വിമാനങ്ങളും ആ റൂട്ടുകളിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ, ആ വ്യോമ പാതകളിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ഖത്തർ അതിനെ തിരികെ വിളിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടായിരുന്നു. എന്തായാലും അശാന്തിയുടെ വലിയ കാർമേഘങ്ങളാണ് പശ്ചിമേഷ്യയിൽ ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽ താനിയാണ് വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചതെന്ന് ഇറാൻ്റെ പേര് വെളിപ്പെടുത്താത്ത ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയോട് ഒരു സ്ഥിരീകരണം പോലെ വന്നിട്ടുണ്ട് എന്നൊരു വാർത്ത കൂടി ഇതിനോടൊപ്പം തിരിച്ചു വരുന്നു. വെടിനിർത്തൽ സന്നദ്ധത US ആണ് അറിയിച്ചതെന്നും വെടിനിർത്തലിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സമ്മതം വാങ്ങിയ ഡൊണാൾഡ് ട്രംപ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽത്താനിയുമായി ഫോണിൽ ബന്ധപ്പെട്ട് ഇറാനുമായി സംസാരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയായിരുന്നു എന്നാണ് വാർത്താ ഏജൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഇതിനൊന്നും ഒരു വ്യക്തമായ സ്ഥിരീകരണമില്ല. എന്തായാലും പശ്ചിമേഷ്യയിൽ അശാന്തി ഇങ്ങനെ കാർമേഘം പോലെ ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും അത് വലിയ തോതിൽ ലോകത്തിൻ്റെ സമാധാനത്തെ തന്നെ നശിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു വലിയ ഒരു വാർഫ്രണ്ടിൽ ആണ് പശ്ചിമേഷ്യ എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കണം. എന്തായാലും അടിയന്തരമായി ഈ സംഘർഷങ്ങളൊക്കെ ഒഴിവായി സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം ആ നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് കൂടി നൽകാനുള്ള ഉത്തരവാദിത്വം അവിടുത്തെ പ്രധാന ഭരണാധികാരികൾ സ്വീകരിക്കണമെന്ന ഒരു അഭ്യർത്ഥന തന്നെയാണ് നമുക്ക് ഈ അവസരത്തിൽ മുന്നോട്ട് വെക്കാനുള്ളത്.